നല്ല വെയിൽ നിന്ന് കൊള്ളാം ഐറ്റമി മമ്മി നല്ല വെയിൽ പറയാ. അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ ഷടപടാന്ന് ജിമ്മിൽ നിന്ന് വന്നതാട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ആ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ വേഗം ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുകയാണ്. പിന്നെ റിഹാൻ്റെ ചായ ഒന്ന് ആറ്റിയിട്ട് കൊടുക്കുകയും ചെയ്യാണ് കേട്ടോ. അവനക്കിതുപോലെ പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവണമല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചായ എല്ലാം കുടിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ചായ എല്ലാം കുടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. ഇന്നലെ ഞാൻ ഒരു ലൈവ് വന്നിരുന്നു. കുറേ ആൾക്കാർ കണ്ടു, ഒരുപാട് സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഹസ്ബൻഡിൻ്റെ ജോബ് എന്താ ചോദിക്കുന്നുണ്ട് എന്നോട്. ജോഗറിൽ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ജോഗർ ചപ്പൽ കമ്പനി അറിയില്ലേ, അതിൽ അങ്ങനെ ഞാനിതാ വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ റെസിപ്പി ഒന്ന് കാണിക്കുകയാണ്. കഴുകിയ പരിപ്പിലോട്ട് ഉരുളക്കിഴങ്ങ്, വലിയുള്ളി, അതുപോലെ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ്, എണ്ണ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വിസിലടിച്ചെടുക്കണം. ഒരു 2-3 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ പരിപ്പിൻ്റെ വേവിനൊക്കെ അനുസരിച്ചിരിക്കും ബാക്കിയൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്, വിസിൽ വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള താളിപ്പൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഞാനിവിടെ ചെറിയുള്ളി ധാരാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളിയും അതുപോലെ പച്ചമുളക്, കറിവേപ്പില, അതെല്ലാം. അപ്പോൾ ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് ഇച്ചിരി കൂടിപ്പോയി. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ചെറിയുള്ളി, 2 തക്കാളിയും പച്ചമുളകും ചേർത്തി കൊടുത്തിട്ട് ഇത് നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തോളൂ, അപ്പോൾ പെട്ടെന്നായി കിട്ടും. പൊടികളായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക് പൊടിയും സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 2 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിവുണ്ടാവില്ല. പിന്നെ സാമ്പാർ പൊടി ഒരു 3-4 സ്പൂൺ, ചെറിയ സ്പൂണാണ്, വലുതാണെങ്കിൽ 2 സ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറട്ടെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ പുളി ഞാൻ ഇച്ചിരി മതി കേട്ടോ, തക്കാളിയുടെ പുളി ഉണ്ടാവുമല്ലോ. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മസാല വേവട്ടെ. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മസാല വെന്ത് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച പരിപ്പും കിഴങ്ങൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കറിയുടെ കട്ടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇച്ചിരി ലൂസിലാണ് ഞാനിത് ഇറക്കി വെക്കണത്. കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല കട്ടി വരും കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സാമ്പാർ ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പൊതുവേ വറുത്തരച്ച സാമ്പാറാണ് ഇഷ്ടം. പക്ഷേ ഇങ്ങനെ ദോശയ്ക്കും ഇഡലിക്കൊക്കെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ ഞാൻ കുട്ടികൾക്ക് ഇന്ന് ദോശയാണ് കേട്ടോ ലഞ്ചിന് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്തെടുക്കണം. കുറച്ച് ദിവസം കണ്ടില്ല എന്ന് പറയണ്ടായിരുന്നു, കുറച്ച് ദിവസം ലീവായിപ്പോയിട്ടോ. സൂപ്പർ പറയുന്നുണ്ട്. പിന്നെ ഇത്താൻ്റെ ജോലി ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാനും ഒരു വീട്ടമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടു. ഒരുപാട് പേര് കമൻസ് വായിച്ചിട്ട് വ്ളോഗ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ക്ലീനിങ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വ്ളോഗ് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാം അല്ലേ. പിന്നെ ഞാൻ പൊതിച്ചോറ് ഇന്നലെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സൂപ്പർ അടിപൊളിയല്ലേ. പുട്ടിൽക്ക് മുതിര മസാല ഒന്നും ഇടാണ്ടാണ് ഇത്ര ഉണ്ടാക്കാറുള്ളത്. ഞാൻ അങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല. ചെറുപയർ അങ്ങനെ മസാല അധികം ഇല്ലാണ്ട് ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പുട്ടും ചെറുപയറും അതുപോലെ പപ്പടമൊക്കെ ആക്കിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ അധികം ഇട്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, ഒന്ന് നോക്കാം കേട്ടോ.
പുതിയ പുതിയ കോംബോകൾ നമ്മളെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ലഞ്ചെല്ലാം പാക്ക് ചെയ്തിട്ട് അയൻകുട്ടി ബാഗിൽ വെക്കുകയാണ്. റിഹാൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അവൻ പൊതുവേ കുറച്ച് സ്ലോ ആണ്, ലാസ്റ്റ് മിനിറ്റിൽ ഓടി ചെല്ലണ ക്യാരക്ടറാണ് കേട്ടോ. അയാൻ അങ്ങനെയല്ല, അവന് റെഡി ആയിട്ട് വേണമെങ്കിൽ ഒരു 10-20 മിനിറ്റൊക്കെ പിന്നെയും ബാലൻസ് ഉണ്ടാവും. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഞാൻ റെഡിയായി നിൽക്കും. പിന്നെ ഞാനിത് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. വലിയുള്ളിയും വെളുത്തുള്ളി ധാരാളം വേണം, തക്കാളി ഒരെണ്ണം വലുതെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേഗം വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അത്. ഇതിലോട്ട് ഒരുപാട് മല്ലിയില വേണം, പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും ഒരു 5-6 വറ്റൽമുളകും പിന്നെ ഒരു തേങ്ങയുടെ മുറി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്ന ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ചെറിയൊരു പീസ് പുളി ഞാൻ കാണിച്ചു തരാം എത്ര ചെറുതാണെന്നുള്ളത്. ഇതായത് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയിട്ടെടുത്തിട്ട് ഒന്ന് ചൂടാറിയ ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിത് എന്താ പറയുക നല്ല പോലെയല്ല ഒരു തരിയായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ കഴിച്ചിട്ട് ഇതാ അവർ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടമാണ് ഇത്ര എനിക്ക്. നല്ല വെയില് നിന്ന് കൊള്ളാം ഐറ്റമി മമ്മി, നല്ല വെയില് പറയാ. ഓടിക്കോ നാളേക്കുള്ള പൈസയും കൂടിയാണ് കേട്ടോ. അതാ ബസ് ഓടിക്കോ ബസ്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ വെയിലൊക്കെ കൊണ്ടപ്പോൾ എനിക്ക് എന്തോ കിട്ടിയ പോലെ നല്ല വെയിലാണ് കേട്ടോ. ഒന്ന് രാവിലെ കുറച്ച് ആ വെയിൽ കൊണ്ടപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള വെയിലൊന്നും എന്നെ കൊണ്ട് കൊള്ളാൻ പറ്റുന്നില്ല. രാവിലത്തെ ആ വെയിൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കണ്ണൊന്നും തുറക്കാൻ വയ്ക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനും വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഇലയില്ല, പക്ഷെ മണ്ണുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ആ മരം പോയപ്പോൾ എന്തോ ഭയങ്കര വിഷമം തോന്നുക കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ പ്ലാവ് അവിടെ ഇല്ലാണ്ടായപ്പം എന്തോ ഒരു ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ എന്തായാലും ഞാനിതാ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. നല്ല ക്രിസ്പി ദോശ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ക്രിസ്പി ദോശയും സാമ്പാറും മുളക് ചട്നി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതേപോലെ കവിത ഫ്രം പാലക്കാട്, എവിടെയായിരുന്നു ജിനി, നന്നായിട്ട് മിസ് ചെയ്തു. ഡെയിലി വ്ളോഗ് ഇടാൻ സ്ട്രഗിളാണെന്ന് അറിയാം. നല്ല സ്ട്രഗിളാണ്. ഏത് തരം വീഡിയോസിനും നല്ലപോലെ വർക്ക് ചെയ്താൽ തന്നെയുള്ളൂ നമുക്ക് അതിൻ്റെ റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ പലവിടെയും ക്യാമറ ഫോണാണെങ്കിലും ഒക്കെ ഇങ്ങനെ മാറ്റി കൊണ്ടുവച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഒന്നും കൂടിയും നമുക്ക് ഹെവി വർക്കാണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ അവിടെ ഇടാൻ തോന്നും. അങ്ങനെ ഒരു ഡൗൺ ആയിട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ഞാൻ ഹെൽത്തിന് കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് പിന്നെ കമൻസ് വായിച്ച് വ്ളോഗ് ചെയ്യൂ ഇത്താന്ന് തന്നെ പറയുന്നുണ്ട്. ഇത്രയും ദിവസം എവിടെയായിരുന്നു, മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഇനി ഡെയിലി ഇടാൻ മാക്സിമം നോക്കാം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഞാനും ദോശയ്ക്ക് ഇരുന്ന് കഴിക്കട്ടെ. ആക്ച്വലി ഞാൻ ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫാക്കാൻ വേണ്ടിയിട്ട് ദോശ ആയിട്ടുണ്ടായിരുന്നില്ല. വെജിറ്റബിൾ കഴിച്ച ഒരു ഷോട്ട് എടുത്തിട്ട് അങ്ങനെ ലൈറ്റുകളൊക്കെ ഓഫാക്കി പിന്നെ ദോശയായിട്ട് കഴിക്കുക എന്നും പറഞ്ഞിട്ടാണ് അവിടെ ചർച്ച ഉണ്ടായിരുന്നത് കേട്ടോ. അത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ മുതിര ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. നമ്മുടെ പുളിയില്ലേ, കൊള്ളുപുളി, അതുപോലെ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിനും നല്ലതാണ്. മസാല ഇട്ടിട്ടും വെക്കും, പിന്നെ ഉപ്പേരിയായിട്ടും മുതിര വയ്ക്കും അല്ലേ. പല രീതിയിലും മുതിര വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും
എന്താ പറയുക, ഇലട ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങയും മാത്രമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കുറേ പേര്. എല്ലാ ദിവസവും എല്ലാ ദിവസവും പാൽ ആരാണ് കൊണ്ടുവരിക ചോദിക്കുന്നുണ്ട്. എൻ്റെ കസിൻ ആണ് കൊണ്ടുവരാറ്. അവർ പോവാത്ത ദിവസങ്ങളിൽ എൻ്റെ മക്കൾ പോകും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ 3 മക്കളും അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ്? അയാൻ്റെയും റിഹാൻ്റെയും പോലെ അത്ര. അതായത് കൂട്ടാനനുസരിച്ച് വിശപ്പ് കൂടുന്ന തരം സ്വഭാവം. അത് പ്രത്യേകതരം സ്വഭാവമാണ് അല്ലേ? അതെവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല സ്പെഷ്യൽ കൂട്ടാനൊക്കെ ആണെങ്കിൽ ഓൾക്ക് വിശപ്പ് പെട്ടെന്ന് അങ്ങ് വരും. ഇല്ലെങ്കിൽ അവിടെ കിടക്കും കേട്ടോ. 15ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു അല്ലേ? 16-ൽ മോനായില്ലേ? എനിക്ക് 17ാമത്തെ വയസ്സാവണതിൻ്റെ മുമ്പേ എനിക്ക് കുട്ടിയായി കേട്ടോ. പിന്നെ കമൻറ്റ് വായിച്ച് വീഡിയോ ചെയ്യുന്നതാണ് രസം. ഓക്കെ മുത്തേ, ഇനി അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഹായ് ഇത്താ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാനിതാ വേഗം നമ്മുടെ പണികളൊക്കെ തീർക്കുകയാണ്. ചായ കുടിച്ചു അതിൻ്റെ ഇടയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു. അതേപോലെ ഉണ്ടല്ലോ, ഇന്ന് എനിക്ക് ഉമ്മാക്കൊന്ന് പുറത്തു പോകണം കേട്ടോ. അപ്പോൾ ഞാൻ സൺഡേയിൽ ഉണ്ടാക്കിയ 2 സ്പെഷ്യൽ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. യുവർ വോയിസ് ഈസ് ലൈക്ക് സ്മോൾ കിഡ്, ഐ ലൈക്ക് ഇറ്റ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സൂപ്പർ വീഡിയോ, കറി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ FBയിൽ ഒരുപാട് കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടേക്ക് ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ഇഡലിപ്പൊടിയുടെ റെസിപ്പി ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ അത്. അങ്ങനെ ഞാൻ ചക്കപ്പായസം ഉണ്ടാക്കിയ വിവരം ലൈവിൽ വന്നവർ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ലൈവിൽ വന്നപ്പോൾ ബിസി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ചക്കപ്പായസത്തിൻ്റെ റെസിപ്പി കാണാം അല്ലേ. ഞാനിത് ആദ്യം തന്നെ ശർക്കര മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5-6 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചക്ക അരച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചക്കയും കൂടി ഒരുപാട് അരയ്ക്കാണ്ടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2ാം പാലിൽ കുറച്ചെടുത്തിട്ട് അതൊഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തോ. അപ്പോൾ ഇങ്ങനെ ചക്ക ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്ന കണ്ടു കഴിഞ്ഞാൽ അത് വെന്തു എന്നർത്ഥം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും നമ്മുടെ ഏലക്കായും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഠിച്ചോനെ, കറിവേപ്പില ആരും കൊണ്ടേ ഇടരുത് കേട്ടോ. പിന്നെ നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ചക്ക വെന്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇതിലോട്ട് നമുക്കിത് അരിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചക്ക പായസം എത്ര കട്ടി വേണം അതിനനുസരിച്ച് ഈ ഒരു ടൈമിൽ നമുക്ക് കുറുക്കിയെടുക്കണം കേട്ടോ. പിന്നെ 2ാം പാലാണിത്. ഇത് ആക്ച്വലി പാക്കറ്റ് നമ്മുടെ ഇത് കിട്ടൂലേ, പൊടി കിട്ടൂലേ, അതിനെ വെള്ളത്തിൽ അടിച്ചെടുത്തതാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1ാം പാല് പിന്നെ ഞാൻ ഒരു തേങ്ങയുടെ പാല് ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എനിക്ക് 2-3 പാലൊന്നും എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത പായസം എനിക്ക് വളരെ കുറവാണ്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് കുറുക്കിയ ശേഷം 1ാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ കാഷ്യൂം കിസ്മിസും തേങ്ങയൊക്കെ നല്ല നെയ്യിൽ വറുത്തെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ നേരത്ത് ഇത് തുറക്കാം കേട്ടോ. അപ്പോൾ ഒരു മണങ്ങനെ വരും. ആഹാ, എന്താ രസമല്ലേ. പണ്ട് ഈ ചക്ക പായസം ഉണ്ടാക്കുമ്പോൾ വരട്ടി വെച്ച ചക്ക എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ്. ഇപ്പം ഞാൻ വരട്ടി വെക്കാനൊന്നും നിൽക്കലില്ല കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ് അതൊക്കെ. പിന്നെ കയ്യിൽ ടെന്നീസ് എൽബോ വന്ന ശേഷം പിന്നെ അത് ഭയങ്കര ഇതാണ്. അപ്പോൾ ഉമ്മയില്ലേ എന്ന് ചോദിക്കണവർക്ക് ഉമ്മക്ക് ഓൾറെഡി കൈ പെയിനാണ്. അതുകൊണ്ട് നമ്മൾ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ടോ. പിന്നെ വേഗം പോയി ഞാൻ കുളിക്കാനൊക്കെ പോയി. എനിക്കും ഉമ്മാക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇന്നത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഞാൻ പോയത്. പിന്നെ ഞാൻ സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് നല്ല മഷ്റൂം കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയിലോട്ട് വലിയ ജീരകവും അതേപോലെ ഒരു വലിയുള്ളിയും 5-6 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്തില്ലേ, അതും കൂടി ഇങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സംഭവം. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഒരു 3/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി മസാല ഇട്ടിട്ട് അങ്ങ് കൊളാക്കണ്ട. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി ചേർത്തി ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ക്യാപ്സിക്കം 1 തക്കാളിയും ചേർത്ത് കൊടുക്കുക. വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, അടച്ച് വെക്കണം കേട്ടോ. കുറച്ച് നേരം ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. പിന്നെ ഞാനിവിടെ 2 പാക്കറ്റ് മഷ്റൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കണം. കാരണം മഷ്റൂമിൽ നിന്ന് വെള്ളം വരും കേട്ടോ. കുക്ക് ചെയ്യാൻ എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക്
ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് അങ്ങ് അടച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ വന്ന് മഷ്റൂമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. മഷ്റൂം ചില്ലറക്കാരനൊന്നുമല്ല, ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇതാ അടച്ചു വെച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, തേങ്ങാപ്പാൽ കട്ടിക്കെടുത്തത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ശരിക്കും ഞെട്ടിപ്പോയി, നല്ലൊരു ടേസ്റ്റായിരുന്നു. നല്ലപോലെ തിളപ്പിച്ച് കൊണ്ടുവരണം, കാരണം തേങ്ങാപ്പാൽ ഒന്നും കൂടെ കുറുക്കിയെടുക്കണം കേട്ടോ നമുക്ക്, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ലാസ്റ്റായിട്ട് ഇച്ചിരി മല്ലിയിലേക്ക് അങ്ങ് തൂവി ഇതങ്ങ് ചോറും പൊറോട്ടൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇത്. കുട്ടികളൊക്കെ ഭയങ്കര ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ തുടച്ച് കഴിക്കാമെന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഇത് സൺഡേ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇക്കയൊക്കെ ഉള്ളത്. അപ്പം എല്ലാവരും കൂടെ കഴിച്ച് പിന്നെ പായസമൊക്കെ കുടിച്ച് നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. അങ്ങനെ നോൺ വെജും ബിരിയാണിയൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഒരു സൺഡേ അങ്ങ് കഴിഞ്ഞ് കിട്ടിയേക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത സൺഡേ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ട്, നോക്കാം അല്ലേ. അപ്പോൾ അത് ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയായിരുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. എല്ലാം സപ്പോർട്ട് ചെയ്യാം.